നമ്മളിപ്പോൾ ഒരു ടെക്നോളജിക്കൽ റെവല്യൂഷൻ്റെ ഒരു ലോകത്താണ് ജീവിക്കുന്നതല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും, ഓരോ കാലഘട്ടത്തിലും പുതിയ പുതിയ ടെക്നോളജികൾ ഈ ലോകത്തേക്ക് പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കാനായിട്ടാണ് ഞാൻ വന്നത്. ഈ ലോകത്ത് ഒരിക്കലും പുതുതായിട്ട് യാതൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. നിലവിലുള്ള ശാസ്ത്രവും സാങ്കേതികവിദ്യയും കൃത്യമായ രീതിയിൽ സംയോജിപ്പിച്ചുകൊണ്ട് പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ, പുതിയ പുതിയ ഉപയോഗങ്ങൾ, ആപ്ലിക്കേഷൻസ് ഈ ലോകത്തേക്ക് വരുന്നു. ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളിനി കാണാൻ പോകുന്ന റോബോട്ടിക്സ് ആകട്ടെ, ഹൈപ്പർ ഓട്ടോമേഷൻ ആകട്ടെ, ഡാറ്റാ സയൻസ് ആകട്ടെ, ഇതെല്ലാം ഗണിതശാസ്ത്രം, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, ഇവയെല്ലാം കൃത്യമായ രീതിയിൽ സംയോജിക്കുമ്പോൾ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, ഇവയെല്ലാം കൃത്യമായ രീതിയിൽ സംയോജിക്കുമ്പോൾ പുതിയ പുതിയ ആപ്ലിക്കേഷൻസ് ആയിട്ട് ഈ ലോകത്തിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഇതിനൊന്നും പുതുതായൊരു ടെക്നോളജി എന്ന് പറയാനായിട്ട് കഴിയില്ല. അഥവാ ആണെങ്കിൽ തന്നെ അതിങ്ങനെ വീണ്ടും വീണ്ടും പുതിയ പുതിയ ആപ്ലിക്കേഷൻസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അറിയേണ്ട ഒന്ന്, നമ്മൾ ടെക്നിക്കൽ മേഖലയിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുമ്പോൾ, അതിൽ പ്രവർത്തിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും 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 അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും പുതിയ പുതിയ ആപ്ലിക്കേഷൻസ് കണ്ടെത്തുവാനും നമുക്ക് പറ്റണം. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ലേണിങ്ങിലൂടെയാണ് ഈ മേഖല മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ റോബോട്ടിക്സിൻ്റെ കാര്യം എടുക്കുന്നു. ഇപ്പോൾ റോബോട്ടിക്സിന് മുമ്പായിട്ട് മെക്കട്രോണിക്സ് എന്ന് പറയുന്നൊരു സാങ്കേതിക ശാഖ ഉണ്ടായിരുന്നു. വേറൊന്നുമല്ല, ഇലക്ട്രോണിക്സിൻ്റെ ചില കാര്യങ്ങളും അതുപോലെ തന്നെ മെക്കാനിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ സംയോജിച്ചുകൊണ്ട് മെക്കട്രോണിക്സ് എന്ന് പറയുന്നൊരു സാങ്കേതിക ശാഖ. അപ്പോൾ അതിലേക്ക് ഇന്ന് കാണുന്ന കമ്പ്യൂട്ടർ സയൻസ് കടന്നു വന്നപ്പോഴാണ് മോഡേൺ ആയിട്ടുള്ള റോബോട്ടിക്സിന് തുടക്കം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന വ്യക്തി, ഇപ്പോൾ ഈ റോബോട്ടിക്സ് ആകട്ടെ, ഇനി വരുന്ന സാങ്കേതികവിദ്യ എന്തും പഠിക്കുന്ന വ്യക്തികൾക്ക് ഈ രീതിയിൽ പരസ്പരം സംയോജിപ്പിക്കുവാൻ വ്യത്യസ്തമായ സാങ്കേതിക വിദ്യകളെ, ഇലക്ട്രോണിക്സ് ആകട്ടെ, മെക്കാനിക്കലാകട്ടെ, ഇനി അത് കമ്പ്യൂട്ടർ സയൻസ് ആകട്ടെ, അത് മാത്തമാറ്റിക്സ് ആകട്ടെ, വ്യത്യസ്തമായ ശാസ്ത്രങ്ങളെ കൃത്യമായ രീതിയിൽ സംയോജിപ്പിക്കുവാനുള്ള അറിവുണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും നല്ലൊരു പഠിതാക്കളായിരിക്കണം. ഈ മേഖലയിൽ നിൽക്കുന്ന കാലത്തോളം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ലേണിംഗ് നമ്മൾ ശീലമാക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോ തരുന്നതാണ്.